നമസ്കാരം. പ്രവാസി മലയാളി പ്ലസിലേക്ക് പ്രിയ പ്രവാസികൾക്ക് സ്വാഗതം. ആദ്യമേ തന്നെ ഒരു മുന്നറിയിപ്പ് വരികയാണ്. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പാണ് ഉണ്ടാകുന്നത്. കുവൈറ്റിൽ നിന്നാണ് ആ മുന്നറിയിപ്പ് വരുന്നത്. ആ വിശദാംശങ്ങൾ നോക്കാം. കുവൈറ്റിൽ ഈ ആഴ്ച ചൂടുള്ളതും പൊടി നിറഞ്ഞതുമായ കാലാവസ്ഥയായിരിക്കും. ശക്തമായ കാറ്റും ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഉപരിതല ന്യൂനമർദ്ദം കാരണം ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും കുവൈറ്റിൽ ചൂടുള്ളതും പൊടി നിറഞ്ഞതുമായ കാലാവസ്ഥയും ശക്തമായ കാറ്റും തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ ഥരാർ അലലി അറിയിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ സജീവവും ചിലപ്പോൾ ശക്തമായതുമായ വടക്കു പടിഞ്ഞാറൻ കാറ്റ് ചില പ്രദേശങ്ങളിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കാഴ്ചപരിധി 1000 മീറ്ററിൽ താഴെയായി കുറയും എന്ന് പറയുന്നു. കാലാവസ്ഥ ചൂടും പൊടി നിറഞ്ഞതും ആയിരിക്കും. കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 20 മുതൽ 65 കിലോമീറ്റർ വരെയാകും. പകൽ സമയത്ത് ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസിനും 42 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കുമെന്ന് പ്രവചിക്കപ്പെടുന്നു. രാത്രിയിൽ ചൂട് തുടരും. കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസിനും 31 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും. രാത്രിയിൽ മണിക്കൂറിൽ 20 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കടൽ തിരമാലകൾ 3 മുതൽ 7 അടി വരെ ഉയരത്തിലും എത്തുമെന്ന് പറയുന്നു. അപ്പോൾ ശരിക്കും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലാവസ്ഥ തന്നെയാണ് കുവൈറ്റിൽ ഈ വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത്. അതായത് പൊടിക്കാറ്റും ചൂടും ഒപ്പം അതുപോലെ തന്നെ കാലാവസ്ഥ ഈ കടലിൽ തിരമാല എല്ലാം ഉണ്ടാകും. അങ്ങനെ പ്രകൃതി ഒന്നടങ്കം ഒരു മറ്റൊരു രീതി തലങ്ങളിലേക്ക് പോകുന്നു എന്ന് വ്യക്തമാകുകയാണ്. പ്രത്യേകിച്ചും ചൂട് കൂടുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എത്രത്തോളമാണെന്ന് എല്ലാവർക്കും പറയേണ്ട ആവശ്യമില്ല. പ്രവാസികൾ ഓരോ ദിവസം അനുഭവിച്ചു വരുന്ന കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ യാത്ര ചെയ്യുന്ന പൊടിക്കാറ്റൊക്കെ തന്നെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ വാഹനം ഓടിക്കുന്നവരുടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച്. അപ്പോൾ അവരും ഒന്ന് ശ്രദ്ധിക്കുക. കാഴ്ചപരിധി കുറയും. കാഴ്ചപരിധി കുറയും. അതുവഴി ആക്സിഡന്റ് ഒക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊന്നും തന്നെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മുന്നറിയിപ്പുകളിൽ ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ്. മുന്നറിയിപ്പുകൾ അവഗണിക്കാതിരിക്കുക, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റു വാർത്തയിലേക്ക് നോക്കുകയാണെങ്കിൽ സൗദി അറേബ്യയിലെ ബിഷയിൽ കാസർഗോഡ് സ്വദേശി വെടിയേറ്റ് കൊല്ലപ്പെട്ട സംഭവത്തിൽ 2 പേർ പിടിയിലായതായ സൂചന പുറത്തുവരികയാണ്. റിയാദിൽ വെച്ചാണ് ഇവരെ പിടികൂടിയത് എന്നാണ് വിവരം. കൗമാരക്കാരായ 2 പേരാണ് പ്രതികളെന്നാണ് വിവരം. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല, പുറത്തു വരുന്നതേ ഉള്ളൂ. കാസർഗോഡ് ബദിയ ബന്ദടുക്ക സ്വദേശി AM ബഷീർ എന്ന 41 വയസ്സുകാരനാണ് കഴിഞ്ഞ ദിവസം രാത്രി വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. തന്റെ വാഹനം കഴുകുന്നതിനിടയിൽ മറ്റൊരു വാഹനത്തിലെത്തിയ ആക്രമി സംഘം വെടിവെച്ച് കൊല്ലുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. അടുത്തുണ്ടായിരുന്നവർ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്താണ് ഇതിന് പിന്നിലെ ഉള്ള ചേതോവികാരം, ഈ നടത്താനുള്ള കാരണം എന്താണെന്ന് ആണ് അന്വേഷിക്കേണ്ടത്. 2 കൗമാരക്കാരെയാണ് പിടിയിലായിട്ടുള്ളത് എന്നുള്ളതാണ്. 41 വയസ്സാണ് അദ്ദേഹത്തിന് വെടിയേറ്റ് മരിച്ച അദ്ദേഹത്തിന്റെ പ്രായം. എന്താണ് ഇവർക്കിടയിലെ പ്രശ്നമെന്ന് അറിയേണ്ടതുണ്ട്. ഒരുപക്ഷെ അന്വേഷിച്ച് എന്നാൽ എവിടെ എത്തുമെന്ന് പോലും നമുക്ക് അറിയില്ല. കാരണം വെടിവെപ്പൊക്കെ നടക്കുമ്പോൾ അവിടെ എന്താണ് അതിനെ ചുറ്റുപറ്റി നടക്കുന്നതെന്ന് അന്വേഷിച്ചേ മതിയാകുള്ളൂ. എന്നാലും പ്രവാസി മലയാളികൾ ഒന്നടക്കം ഞെട്ടലിലാണ് ഈ ഒരു വാർത്ത അറിഞ്ഞതിന് ശേഷം. അടുത്ത വാർത്തയും കുവൈറ്റിൽ തന്നെയാണ്. കുവൈറ്റിലെ താമസ സമുച്ചയത്തിലുണ്ടായ തീപിടുത്തം, അതിൽ 6 സുഡാൻ പൗരന്മാർ മരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. 19 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 5 പേരുടെ നില അതീവ ഗുരുതരമാണെന്നും പറയുന്നു. ഇന്നലെ പുലർച്ചെ 4:30യോടെയാണ് ഈ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. വിദേശികൾ താമസിക്കുന്ന കെട്ടിടത്തിനാണ് തീപിടിച്ചത്. കെട്ടിടത്തിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചവർക്കാണ് പരിക്കേറ്റത്. അപകടത്തിൽ ഇന്ത്യക്കാർ ഇല്ല എന്നാണ് പ്രാഥമിക വിവരം അറിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ മംഗഫിലുണ്ടായ അഗ്നിബാധയിൽ 24 മലയാളികൾ ഉൾപ്പെടെ 6 പേർ മരിച്ചിരുന്നു. ഇതേ തുടർന്ന് താമസ കെട്ടിടങ്ങളിൽ പരിശോധന ഊർജിതമാക്കുന്നതിനിടെയാണ് വീണ്ടും ദുരന്തം ഉണ്ടായിട്ടുള്ളത്. ഇതേസമയം നിയമം ലംഘിച്ച് സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം താമസിച്ചതിനാണ് ദുരന്തത്തിലേക്ക് നയിച്ചതെന്ന് അന്വേഷണം പൂർത്തിയായാൽ മാത്രമേ യഥാർത്ഥ കാരണം അറിയാനാകൂ എന്നും കുവൈത്ത് അഗ്നിശമന സേനയിലെ പബ്ലിക് റിലേഷൻ ഡയറക്ടർ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് അൽ ഗാരിബ് പറഞ്ഞു. കാരണം ഇവിടെ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഗൾഫ് രാജ്യങ്ങളിൽ മിക്കതിലുമുണ്ട് ഈ ചെറിയ ഡോർമെറ്ററി പോലെയുള്ള സ്ഥലങ്ങളിൽ 10 പേർക്ക് താമസിക്കേണ്ട സ്ഥലത്ത് 20 പേർ താമസിക്കുന്ന സ്ഥിതിവിശേഷങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ മതിയായ സുരക്ഷയില്ലാത്ത കെട്ടിടങ്ങളിൽ വാടക കുറവാകുമെന്നുള്ള കാരണം കൊണ്ട് അങ്ങനെ താമസം എടുക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണ് ഇത്രയധികം തീപിടുത്തവും കാര്യങ്ങളും എല്ലാം ഉണ്ടാകുന്നത്. ഇത് മുൻപേയും ഒരുപാട് പ്രാവശ്യം ഇത്തരം മുന്നറിയിപ്പുകൾ വന്നിട്ടുള്ളതാണ്. നമുക്കറിയാം 26 മലയാളികൾ മരിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് കൊച്ചിൻ വിമാനത്താവളത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 26 പേരുടെ മൃതശരീരം വെച്ച്
നമ്മളുടെ മുഖ്യമന്ത്രി അവരെയൊക്കെ ഒന്ന് കാണുന്ന ഒരു സമയമുണ്ട്. അന്ന് സത്യത്തിൽ നമ്മുടെ ഹൃദയം എല്ലാം ഒന്നടങ്കം നുറുകുകയായിരുന്നു. ആരാണെന്നും എന്താണെന്നും നമുക്ക് ഇതുവരെ കണ്ടിട്ടുമില്ല, അറിയുകയുമില്ല. പക്ഷെ ആ ഒരു നിമിഷം നമ്മൾ നമ്മുടെയൊക്കെ തന്നെ ആരോഗ്യമായി അവർ മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. സത്യത്തിൽ നമ്മൾ ബുദ്ധിമുട്ടുന്നത് അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നത് എന്തിനാണ്? നമ്മുടെ കുടുംബത്തിലെ ഓരോരുത്തർക്കും അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സുഖമായി ജീവിക്കാൻ കൂടിയാണ്. പക്ഷെ നമ്മുടെ ജീവൻ തന്നെ അത് വളരെ മോശമായ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചുകൊണ്ട് എന്തിനാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ? കുറച്ച് പൈസ കൂടിയാലും ഈ പറഞ്ഞതുപോലെ കുറച്ച് നല്ല സ്ഥലങ്ങളിൽ, സുരക്ഷിതമായ സ്ഥലങ്ങളിൽ തന്നെ താമസിക്കാൻ വീടെടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതിനുവേണ്ടി കുറച്ച് പൈസ കൂടിയാലും സാരമില്ല. കാരണം നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ പ്രവാസികൾ ഒരിക്കലും അവരുടെ ലൈഫിനെ കുറിച്ച് അവർ ചിന്തിക്കാറില്ല. അവരുമായി ബന്ധപ്പെട്ടവരുടെ ലൈഫിനെ കുറിച്ചാണ് അവർ കൂടുതൽ ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, താമസത്തിനും യാത്രയും ഒക്കെ വളരെ സുരക്ഷിതമായി തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം. മാത്രവുമല്ല ഇതില് ആരോഗ്യവും ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും ഈ 6 പേർ മരിച്ചതിൽ 3 പേരുടെ മരണം എന്ന് പറയുന്നത് രക്ഷപ്പെടാനായി ചാടി ചിതറിയാണ് അവരുടെ മൃതശരീരം കണ്ടത്. അതിനുശേഷം അങ്ങനെ അതായത് അവരെ ഒന്ന് കാണാൻ പോലും അവസാന നിമിഷം അവർ കഴിയാത്ത വിധത്തിലേക്ക് മാറിയിരുന്നു എന്നുള്ളതാണ്. ആശുപത്രിയിൽ കഴിയുന്ന 6 പേരുടെ നിലയെ അതീവ ഗുരുതരമായി തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബന്ധുക്കളോടും അതുപോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങളോടും ഒക്കെ തന്നെ അവരുടെ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുകയാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ ഈ ഒരു നിമിഷം പറയാൻ സാധിക്കുന്നത്. ഇന്ത്യക്കാരില്ല എന്നത് ആശ്വാസമാണെങ്കിലും 6ഓളം പ്രവാസികളുടെ, സുഡാനിലെ പ്രവാസികളുടെ മരണം അത് നമ്മെ ഒന്നുകൂടി പല കാര്യങ്ങളും കൂടി ഓർമ്മിപ്പിക്കുന്നതാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാലും മറ്റു ചില വാർത്തകൾ കൂടി നോക്കാം. 10 പുതിയ അന്താരാഷ്ട്ര ഡെസ്റ്റിനേഷനുകളിലേക്കാണ് ഈ സാമ്പത്തിക വർഷം ഇൻഡിഗോ നോൺ സ്റ്റോപ്പ് സർവീസ് തുടങ്ങിയത്. അന്താരാഷ്ട്ര യാത്രക്കാരുടെ എണ്ണം ഉയർന്നത് കണക്കിലെടുത്തും ഗ്ലോബൽ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടുമാണ് പുതിയ സർവീസുകൾ തുടങ്ങുന്നത്. ലണ്ടൻ, ഏതൻസ്, അതുപോലെ തന്നെ കോപ്പൻഹേഗ്, അതുപോലെ തന്നെ ആംസ്റ്റർഡാം എന്നിവിടങ്ങൾ അടക്കമുള്ള ആഗോള ഹബ്ബുകളിലേക്കാണ് ഇൻഡിഗോ സർവീസുകൾ തുടങ്ങുക. ഇവയ്ക്ക് പുറമെ മധ്യേഷ്യൻ നഗരങ്ങളിലേക്കും ഈ വർഷം വിമാന സർവീസ് തുടങ്ങുമെന്ന് ഇൻഡിഗോ സിഇഒ പീറ്റർ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഇൻഡിഗോ 40 അന്താരാഷ്ട്ര സർവീസുകളാണ് നടത്തുന്നത്. സാമ്പത്തിക വർഷം 2026 ആകുമ്പോഴേക്കും ഇത് 50 ആക്കി ഉയർത്തുകയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അടുത്തിടെ ലീസിനെടുത്ത ബോയിംഗ് 787, എയർബസ് A321XLR വിമാനങ്ങളും ഫ്ലീറ്റിൽ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡിഗോ രാജ്യത്ത് ഇപ്പോൾ പ്രതിദിനം 2300-ലധികം സർവീസുകൾ നടത്തുന്നുണ്ട്. ഒപ്പം അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം കടുത്ത ചൂട് കാരണം ഡൽഹിയിൽ ഉണ്ടായിരുന്ന ഒരു വിമാന സർവീസ് അത് പുറത്ത് അല്ലെങ്കിൽ അടിയന്തരമായി ലാൻഡ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം, ഒപ്പം അതുപോലെ തന്നെ ഇറക്കണോ വേണ്ടയോ എന്നൊക്കെ തന്നെ വല്ലാത്തൊരു അവസ്ഥയിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇതും ഇൻഡിഗോ തന്നെയായിരുന്നു. അത് ഡൽഹിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ വാർത്ത കൂടി നോക്കുകയാണെങ്കിൽ ഡൽഹിയിൽ ശക്തമായ മഴയും കാറ്റും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇൻഡിഗോ വിമാനത്തിന്റെ ലാൻഡിംഗ് പൈലറ്റ് വൈകിച്ചു. റായ്പൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് പറന്ന 6313 വിമാനത്തിന്റെ ലാൻഡിംഗ് ആണ് വൈകിയത്. റായ്പൂരിൽ നിന്ന് ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 5:05 എത്തേണ്ടിയിരുന്ന ഇൻഡിഗോ വിമാനമായിരുന്നു ഇത്. ശക്തമായ കാറ്റ് കാരണം 5:43 വിമാനം ലാൻഡ് ചെയ്തത് എന്നുള്ളതാണ്. മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുന്നതിനാൽ വിമാനം ലാൻഡിംഗ് ചെയ്യാൻ കഴിയില്ല എന്ന് പൈലറ്റ് വ്യക്തമാക്കിയിരുന്നു. വിമാനം വീണ്ടും ഉയരത്തിലേക്ക് ഉയർത്തണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. വിമാനം ശക്തമായി കുലുങ്ങുമ്പോൾ യാത്രക്കാർ നിലവിളിക്കുന്നതും ക്യാബിനുള്ളിൽ നിന്ന് എടുത്ത വീഡിയോയിൽ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഡൽഹിയുടെ ചില ഭാഗങ്ങളിൽ ഇന്നലെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയും കാറ്റും ഉണ്ടായതായി ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കിഴക്ക് തെക്ക് കിഴക്ക് ദിശയിലേക്ക് നീങ്ങുന്ന മേഘക്കൂട്ടമാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. ഡൽഹി തെക്ക് ഭാഗത്ത് മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയതായും 2 മണിക്കൂറിനുള്ളിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയതായും റിപ്പോർട്ടുണ്ട്. വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ഈ ഒരു സ്ഥലത്ത്, ഈ ഒരു ഭാഗത്ത് 4:30 മുതൽ, അതായത് 4:30 മണിക്കൂറിൽ 65 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശിയതായും പ്രഗതി മൈതാനത്ത് 76 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശിയതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇടിമിന്നലോട് കൂടിയ മഴ ഇന്നും അവിടെ ഉണ്ടാകുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷെ ഇതുവരെയും ഈ പറയുന്ന പോലെ തന്നെ മാറ്റമൊന്നും, അതായത് ഈ വിമാനത്തിനുണ്ടാകുന്ന മാറ്റമൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. സമയത്തിന് മാറ്റമൊന്നും തന്നെ വന്നിട്ടില്ലെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാകുന്ന വാർത്ത. അടുത്തത് വരുന്നത് UAE-യിലെയാണ്. UAE-യിലെ വിവിധ എമിറേറ്റ്സുകളിലെ ബലിപെരുന്നാൾ നമസ്കാര സമയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജൂൺ 6-നാണ് ബലിപെരുന്നാൾ വരുന്നത്. ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് സെന്റർ പുറത്തിറക്കിയ ഈ വർഷത്തെ ഹിജ്റി കലണ്ടർ പ്രകാരം കണക്കുകൂട്ടിയ സമയമാണ് ഇപ്പോൾ പറയുന്നത്. സൂര്യോദയത്തിന് 20 മിനിറ്റിന് ശേഷമാണ് സാധാരണയായി ഈദ് പ്രാർത്ഥനകൾ നടത്തുന്നത്. പെരുന്നാൾ നമസ്കാര സമയം രാവിലെ അബുദാബിയിൽ 5:50, ദുബായ് രാവിലെ 5:45, ഷാർജ 5:44, അജ്മാൻ 5:44, ഉമ്മുൽ ഖുവൈൻ 5:43, റാസൽ ഖൈമ 5:41, ഫുജൈറ 5:41.
UAE-യിൽ പൊതു സ്വകാര്യ മേഖലകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കുള്ള ബലിപെരുന്നാൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 4 ദിവസത്തെ അവധിയാണ് ലഭിക്കുക. ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് എമിറിറ്റൈസേഷൻ മന്ത്രാലയമാണ് അവധി സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ദുൽഹജ്ജ് 9 മുതൽ 12 വരെയാണ് അവധി ലഭിക്കുക. ഇതനുസരിച്ച് ജൂൺ 5 വ്യാഴാഴ്ച മുതൽ ജൂൺ 8 വരെയാണ് അവധിയുള്ളത്. മാസപ്പിറവി ദൃശ്യമായതിന്റെ അടിസ്ഥാനത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ ജൂൺ 6-നാണ് ബലിപെരുന്നാൾ വരുന്നത്. സൗദിയിലും ഒമാനിലും മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമുണ്ടായിട്ടുള്ളത്. എന്തായാലും വലിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട് എപ്പോഴാണ് നമസ്കാര സമയമെന്ന് നമുക്ക് വരുന്ന ബുള്ളറ്റിൽ എല്ലാ ദിവസവും ഉണ്ടായിരിക്കും. എന്തായാലും ഇന്നത്തെ ദിവസവും നിരവധി വാർത്തകളാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും വളരെ വേദനാജനകമായ കാര്യം, കഴിഞ്ഞ 2 മാസം മുമ്പ് മരണപ്പെട്ട നവവധുവും വരനുമായ അഖിലിന്റെയും അതുപോലെ തന്നെ നവവധുവുമായിട്ടുള്ള, അതായത് നമ്മൾ കണ്ടതാണ് സൗദി അറേബ്യയിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് പോയപ്പോൾ കത്തി അമർന്ന അവരുടെ മൃതശരീരം ചില അതായത് ഫോറൻസിക് റിപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ടായിരുന്നു. അതിന്റെ കാലതാമസം മൂലം കഴിഞ്ഞ 2 മാസത്തിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് അഖിലിന്റെ മൃതശരീരം വീട്ടിലേക്ക് എത്തിയത്. ജൂൺ 16-നായിരുന്നു ഇവരുടെ രണ്ടുപേരുടെയും വിവാഹം നടക്കാനിരുന്നത്. പക്ഷേ അവരുടെ ആ യാത്ര ഒരു അവസാന യാത്രയായിരുന്നു. എന്തായാലും ഇതുവരെയും ആ നവവധുവിന്റെ മൃതശരീരം എത്തിയിട്ടില്ല. അതിന്റെ നടപടികൾ, അതായത് എത്രയും വേഗം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ, മൃതശരീരം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ നടത്തുകയാണ്. പലതരത്തിലും ഉള്ള സംഘടനകൾ ഇടപെട്ടിട്ടുണ്ട്, പ്രവാസികൾ നിരവധി പേർ ഇടപെട്ടിട്ടുണ്ട്. ഒരു പക്ഷേ യൂസഫ് അലി കൂടി, അദ്ദേഹം കൂടി ഇടപെടാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. കാരണം കഴിഞ്ഞ 2 മാസമായി മൃതശരീരം എത്തുന്നില്ല എന്നുള്ളതാണ്. കത്തിക്കരിഞ്ഞ നിലയിൽ ആ മൃതശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിയില്ല. കത്തിക്കരിഞ്ഞതിന് ശേഷം മൃതശരീരം എപ്പോഴും ആ മോർച്ചറിയിൽ സ്വന്തം വീട്ടുകാരെ കാണാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ഉണ്ട്. കഴിഞ്ഞ ദിവസം ആ വീട്ടിൽ വലിയൊരു, നമുക്ക് കണ്ടു നിൽക്കാൻ പോലും കഴിയാത്ത വിധത്തിലായിരുന്നു ആ ഒരു വീട്ടിലേക്ക് മൃതശരീരം വന്നപ്പോൾ ഉണ്ടാകുന്ന നിലവിളിയും കാര്യങ്ങളും ഒക്കെ തന്നെ. എന്തായാലും വളരെ നടപടികളൊക്കെ തന്നെ വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച ശേഷം ഉടൻ തന്നെ ആ മൃതശരീരം നാട്ടിലേക്ക് എത്തിക്കുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതിനായി സഹായിക്കുന്ന നിരവധി പ്രവാസികളുമുണ്ട്. അവരെ വീണ്ടും നമ്മൾ ഓർക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ മറ്റു വാർത്തകളെ നമുക്ക് നാളെ കാണാം. അതുവരെയ്ക്കും.